കണ്ണൂരിന് പിന്നാലെ ഏറ്റുമാനൂരിലും 2020 സ്ഥാനാർത്ഥി മാറും. സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന വീണ നായർക്ക് വോട്ടില്ല. മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്തി കഴിഞ്ഞുവെന്നും വീണ നായർ പറഞ്ഞു. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ടോബി, ഇതിപ്പോൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ച് മുൻപന്തിയിലേക്ക് വന്നതായിരുന്നു. ഇപ്പോഴിതാ ഏറ്റുമാനൂരിലും സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്തി എന്നുള്ള വിവരം തന്നെയാണ് വീണ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിരുന്നില്ല. പെട്ടെന്നാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെയാണ് താൻ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായത്. തുടർന്ന് ഈ നാമനിർദ്ദേശ പത്രിക നൽകാൻ തയ്യാറായപ്പോഴാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്. അപ്പോഴാണ് പേരില്ല എന്നുള്ളൊരു വിവരം മനസ്സിലായത്. ഇതേ തുടർന്ന് ഇലക്ഷൻ കമ്മീഷനെയും ജില്ലാ കളക്ടറെയും ഒക്കെ കണ്ട് കാര്യം പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൽ പേരുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. പക്ഷേ ഈ 23-ാം തീയതിക്ക് മുമ്പ് നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ അത് വരുമോ എന്നുള്ള അപ്ഡേറ്റായി വരുമോ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ടാണ് ഈ പിന്മാറ്റം. പകരം മറ്റൊരു സ്ഥാനാർത്ഥി വരുമെന്നുള്ള വിവരം തന്നെയാണ് വീണ പങ്കുവച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.